ഹായ് ഗായ്സ്, അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് പൊട്ടറ്റോ ഫ്രൈസ് എങ്ങനെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം, ടീ സ്നാക്കായിട്ട് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ഈ വീഡിയോ എന്തായാലും മുഴുവനായിട്ട് കാണാം, നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ കൂടെ കൂടിക്കോ. ബിഗിനേഴ്സിന് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഇനി ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 പൊട്ടറ്റോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റിയിലാണ് ഇത് മേക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത്ര ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് പൊട്ടറ്റോ ചൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അതിൻ്റെ തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെക്കണം. ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇത് സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ നിങ്ങളും സ്ലൈസ് ചെയ്ത് പൊട്ടറ്റോ കട്ട് ചെയ്തെടുക്കാം. ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾ കട്ട് ചെയ്യാൻ ശ്രമിക്കുക. നെക്സ്റ്റ് ടൈം നമുക്കിത് റൗണ്ട് ഷേപ്പിലൊക്കെ കട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുന്ന ലേസ് മോഡൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ദിസ് ടൈം നിങ്ങൾ ഈ രീതിയിൽ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക. ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മൾ പൊട്ടറ്റോ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി അത് നല്ല രീതിയിൽ വാഷ് ചെയ്തെടുക്കേണ്ടതുണ്ട്. ബിക്കോസ് അതിൽ വരുന്ന സ്റ്റാർച്ച് ഫാറ്റാണ്, അപ്പോൾ അത് മാക്സിമം ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെക്കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ അത് നല്ല രീതിയിൽ ഒരു 3-4 വാഷസ് ചെയ്തിട്ട് അത് നന്നായിട്ടത് കളയണം. ആ വാഷ് ചെയ്തെടുത്ത പൊട്ടറ്റോ ഒരു നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള തുണി എടുത്തിട്ട് ആ തുണിയിലേക്ക് നമ്മൾ ഈ പൊട്ടറ്റോ വിതറി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് വേറൊരു തുണി വെച്ച് അതിനെ പ്രസ് ചെയ്തിട്ട് അതിൻ്റെ വെള്ളം മാക്സിമം കളയുക. അപ്പോൾ കളഞ്ഞ് കഴിയുമ്പം ഈ പൊട്ടറ്റോ കുറച്ചൊരു ഡ്രൈ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ആ ഒരു ഡ്രൈനെസ്സിലാണ് നമുക്കിത് ഫ്രൈ ചെയ്യേണ്ടത്. സോ അങ്ങനെ ചെയ്തതിന് ശേഷം നല്ലപോലെ ഡ്രൈ ആയ പൊട്ടറ്റോ നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് ആ ബൗളിലേക്ക് ഒരു 3-4 സ്പൂൺസ് മുളക് പൊടി ഇടണം. ആ മുളക് പൊടി ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് കാശ്മീരി മുളകാണ്, ബിക്കോസ് അതിനധികം എരിവില്ല. അപ്പോൾ നിങ്ങൾക്ക് എരിവ് ആവശ്യമാണെങ്കിൽ ആ രീതിയിലുള്ള മുളക് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ പ്രിഫർ ചെയ്യുന്നത് കാശ്മീരി മുളകാണ്. അതുപോലെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം, അതേപോലെ ഉപ്പിടാം. ഇതൊക്കെ ഓരോ ടീസ്പൂൺ വീതം ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് മാത്രം നോക്കി യൂസ് ചെയ്താൽ മതി. അതിലേക്ക് പിന്നെ മെയിൻ ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് കോൺഫ്ലവർ ഇടുന്നതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടി നല്ല ഫ്രൈ ആയിട്ടുള്ള ഒരു ക്രിസ്പി കണ്ടീഷനിൽ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം. സോ കോൺഫ്ലവർ ഉണ്ടെങ്കിൽ അതന്നെ യൂസ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യാൻ നോക്കാം. പൊട്ടറ്റോ ക്വാണ്ടിറ്റി കുറച്ച് അധികം ഉള്ളവരാണെങ്കിൽ ആ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഉപ്പും മുളകും മഞ്ഞളൊക്കെ കോൺഫ്ലവറൊക്കെ യൂസ് ചെയ്യാം. ഈ ഒരു രീതിയിൽ തന്നെയാണ് ഈ വീഡിയോയിലുള്ള പോലെ തന്നെയാണ് നിങ്ങൾ മേക്ക് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഇതിലേക്ക് ഇട്ടിരിക്കുന്ന അതേ ക്വാണ്ടിറ്റിയിൽ തന്നെ നിങ്ങൾ മുളകും മഞ്ഞളും ഉപ്പും ഒക്കെ കോൺഫ്ലവർ ഓൾസോ നിങ്ങൾ യൂസ് ചെയ്താൽ മതി. ഇതൊക്കെ ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ നമുക്കൊരു മിക്സിങ് കൊടുക്കണം. സോ കുറച്ച് ടൈം എടുത്ത് നല്ല രീതിയിൽ എല്ലാ പൊട്ടറ്റോസിനും അത് തട്ടുന്ന രീതിയിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ അത് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് മിക്സ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. സോ അത് നല്ല രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്താൽ മതി. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കഴിയുമ്പം ഇതിലേക്ക് കുറച്ചും കൂടി കളർ വേണം എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ ഒരു ടീസ്പൂൺ കൂടി മുളക് ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ടും അതേപോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കഴിയുമ്പം ഇതിലേക്ക് ഒരു 1-3 ഡ്രോപ്സ് വാട്ടർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടറ്റോൻ്റെ ഈ മസാലകളൊക്കെ അതിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. കുറേ ആയി പോവാതെ സൂക്ഷിക്കുക. കുറച്ച് 2-3 ഡ്രോപ്സ് മാത്രം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക വാട്ടർ. എന്നിട്ടും നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴേക്കന്നെ ഇത് ഓൾമോസ്റ്റ് നല്ല രീതിയിലൊരു റെഡിഷായിട്ട് മാറിയിട്ടുണ്ടാവും. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 1 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ ഒരു റെസ്റ്റിംഗ് ടൈമിൽ നമുക്കൊരു പാൻ എടുത്ത് അടുപ്പിൽ ചൂടാക്കാനും കൂടി വെക്കാം. ആ ഒരു ടൈം ഗ്യാപ്പിൽ ഇത് നല്ല രീതിയിൽ മസാലകളൊക്കെ പൊട്ടറ്റോയിൽ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ പാന് നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. ആ വെളിച്ചെണ്ണയിൽ മുങ്ങിയിട്ട് വേണം ഇതിങ്ങനെ ഫ്രൈ ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. സോ അതിന് കണക്കായിട്ടുള്ള വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ഇങ്ങനെ ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഓരോ സ്പൂണായിട്ട് ഇത് എടുത്തിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഇടുമ്പോൾ തന്നെ നല്ല രീതിയിൽ ഇങ്ങനെ ഫ്രൈ ആവുന്നത് നമുക്കിങ്ങനെ കാണാൻ പറ്റും. നല്ല രീതിയിൽ ഇങ്ങനെ ക്രിസ്പി ആയിട്ട് ഫ്രൈ ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. സോ ആ രീതിയിൽ നല്ല രീതിയിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം.
വെളിച്ചെണ്ണ നല്ല രീതിയിൽ ചൂടായതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ടൈം അത് അവിടത്തേക്ക് വെക്കണം എന്നില്ല. പെട്ടെന്ന് തന്നെ നമുക്കത് കോരി മാറ്റാവുന്നതാണ്. നമ്മൾ പെട്ടെന്ന് തന്നെ മേക്ക് ചെയ്തെടുക്കുന്നത് കൊണ്ട് നമുക്കിത് കൂടുതലായിട്ട് എണ്ണയൊന്നും ഇതിലേക്ക് പിടിക്കുന്നില്ല എന്നുള്ളത് നല്ലൊരു ഗുണമാണ്. സോ നമുക്കിത് നല്ല യൂസ്ഫുള്ളാണ്, ടേസ്റ്റിയാണ്. എല്ലാവർക്കും ഈവനിങ് ഇത് ടീൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിതിൻ്റെ ഫൈനൽ ആയിട്ടുള്ള ആ ഒരു സ്റ്റൈൽ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രൈസ് നമുക്ക് ഈവനിങ് ടീ സ്നാക്കായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ബിഗ്നേഴ്സ് ആണെങ്കിൽ നമുക്കിത് ഈസിലി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നല്ല ടേസ്റ്റായിട്ട് നമുക്ക് നമ്മുടെ അച്ഛനും അമ്മക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. ബ്രദേഴ്സിനും സിസ്റ്റേഴ്സിനും ഒക്കെ വെച്ച് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതുമാണ്. സോ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം. ഇനിയും ഇതേപോലെ ബിഗ്നേഴ്സിന് പറ്റിയിട്ടുള്ള കുഞ്ഞു ഡിഷേഴ്സായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഫ്രൈസാണിത്. ഇത് നമുക്ക് സോസിൻ്റെ കൂടെ ഒക്കെ മാച്ച് ചെയ്ത് കഴിക്കാവുന്നതാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേപോലെ എല്ലാവരും വീട്ടിലിത് ഉണ്ടാക്കി നോക്കും എന്നും കൂടി ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാവുന്നതുമാണ്. അപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഫുഡിനെ പറ്റി സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റിൽ അറിയിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ യൂട്യൂബിൻ്റെ ബയോയിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID കൊടുത്തിട്ടുണ്ട്, അതുകൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അതേപോലെ ബിഗിനേഴ്സ് ആണെങ്കിൽ എന്തായാലും നമ്മുടെ വീഡിയോസ് യൂസ്ഫുൾ ആകും എന്ന് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ എന്തായാലും കൂടെ കൂടിക്കോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരും. ബൈ.